ബിജെപി 4127, LDF 2128, UDF 3013 എന്നതാണ് ഈ ഘട്ടത്തിൽ. ഇത് ഒന്നാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടുള്ളൂ. ആ ഘട്ടത്തിലാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. അവിടെയാണ് 895 വോട്ടുകൾ അധികം പിടിച്ചിരിക്കുന്നത് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു പാലക്കാട് എന്നതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ആദ്യ റൗണ്ടിന്റെ കണക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആദ്യ റൗണ്ട് കഴിയുമ്പോൾ കൃഷ്ണകുമാർ BJP ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് UDF-ഉം LDF-ഉം നല്ല നിലയ്ക്ക് തന്നെ, വിശേഷിച്ച് LDF കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച നിലയിൽ കൂടുതൽ വോട്ട് സമാഹരിക്കുന്നതിന് ആ നഗരസഭയിൽ ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ട്. പക്ഷേ ആ റൗണ്ട് കഴിയുമ്പോൾ തന്നെ BJP-യുടെ ലീഡ് എന്ന് പറയുന്നത് 1114 മാത്രമാണ് എന്നുള്ളത് കൂടിയാണ്. അത് ഇപ്പോൾ ചേലക്കര നോക്കൂ. ചേലക്കര ഒരു റൗണ്ട് കഴിയുമ്പോഴേക്ക് ഏതാണ്ട് 2592. അതിനിയും വർദ്ധിക്കാനുണ്ട്. ടാബുലേഷന്റെ ഫൈനൽ റിസൾട്ട് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴും ഉണ്ട് ചേലക്കര പ്രദീപൻ ലീഡ്. ഇത് റൗണ്ട് കണക്കിനാണെങ്കിൽ 1890 ഫസ്റ്റ് റൗണ്ടിൽ. പോസ്റ്റൽ വോട്ടും ചേർത്ത് 2592 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ലീഡിന് മുന്നിലേക്ക് വരവൂര് ആദ്യ റൗണ്ട് പോയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി 27,132 വയനാട്ടിൽ ലീഡ് വീണ്ടും കൂട്ടുകയാണ്. പ്രിയങ്ക ഗാന്ധി 27,132. അതാണ് വയനാടിന്റെ കണക്ക് എന്ന് പറയുന്നത്. പ്രിയങ്കയുടെ ലീഡാണ് 27,132. യെസ്. അപ്പോൾ അതാണ് വയനാടിനെ സംബന്ധിച്ച് 27,000 അധികം വൈകാതെ 30,000-ലേക്കും വളരെ കൺസിസ്റ്റന്റ് ആയി തന്നെ ലീഡ് നല്ല നിലയ്ക്ക് ഉയർത്തി വയനാട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുഭാഗത്ത് നമ്മുടെ 895 പോസ്റ്റൽ വോട്ടല്ല അധികം പിടിച്ചിരിക്കുന്നത്, 895 വോട്ടാണ് അധികം പിടിച്ചിരിക്കുന്നത്. കാരണം പാലക്കാട് ആകെ 957 പോസ്റ്റൽ വോട്ടേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ സ്ക്രീനിൽ അങ്ങനെ വരുന്നുണ്ട്. യെസ്, അത് പോസ്റ്റൽ വോട്ടല്ല, ആദ്യ റൗണ്ട് കണക്ക് പ്രകാരം വരുന്ന ചില വിവരങ്ങളാണ്. അനൂപ് 27,132 പ്രിയങ്കയുടെ ലീഡ് അല്ലേ? അതെ, 7 നിയോജക മണ്ഡലങ്ങളിലും EVM മെഷീനുകളുടെ എണ്ണം മെഷീനുകൾ എണ്ണി തുടങ്ങുമ്പോൾ 27,000 വോട്ടുകൾക്ക് പ്രിയങ്ക ലീഡ് ചെയ്യുകയാണ്. മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിക്ക് ലീഡ് ഉണ്ട്. ഏഴിടത്തും അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 7 പ്രിയങ്കയ്ക്ക് തന്നെയാണ് ലീഡ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും തുടക്കത്തിൽ തന്നെ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ 11,000 പോസ്റ്റൽ വോട്ട് അടക്കം എണ്ണുന്നൊരു ഘട്ടത്തിൽ തന്നെ മികച്ച ലീഡിലേക്ക് പ്രിയങ്ക പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ചേലക്കര 2592 ഒന്നാമത്തെ റൗണ്ട് പൂർത്തിയാക്കി. സ്വാഭാവികമായും നമുക്ക് സാലിയെ കൂടി ഒന്ന് കിട്ടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാന സാലി ഒന്ന് ചേലക്കരയുടെ കാര്യം. ശരത്തെ, നമുക്ക് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. ഈ ഫസ്റ്റ് റൗണ്ടിൽ 2021 നിയമസഭയിൽ 4153 വോട്ടിൻ്റെ ലീഡായിരുന്നു LDF-നുണ്ടായിരുന്നത്. 2024 ലോക്സഭയിൽ 1898 ലീഡാണ് LDF-നുണ്ടായിരുന്നത്. ഇത്തവണ ആ ലോകസഭയേക്കാൾ ഉയർന്ന ലീഡുണ്ട്, എന്നാൽ നിയമസഭയേക്കാൾ കുറഞ്ഞ ലീഡ്. അതാണ് ഇപ്പോൾ 2024 നേടിയതിനേക്കാൾ ഉയർന്ന ലീഡുണ്ട്. പക്ഷേ 2021 എത്തിയിട്ടുമില്ല. അതിനിടയ്ക്കൊരു കണക്കിലാണ് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ കണക്ക് ഓടുമ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. യെസ്, അപ്പോൾ ആ ടാബുലേഷൻ ഒന്നാം റൗണ്ട് കംപ്ലീറ്റ് ആയി അല്ലേ? ടാബുലേഷൻ ഫൈനൽ റിസൾട്ടാണ് ഈ വന്നിരിക്കുന്നത്. തീർച്ചയായും. അതായത് ഒന്നാം റൗണ്ടിന്റെ മാത്രം ലീഡ് നോക്കിയാൽ 1890 വോട്ട്. ഇപ്പോൾ ഇതുവരെ എണ്ണി തീർത്ത പോസ്റ്റൽ വോട്ടിന്റെയും കൂടെ ചേരുമ്പോൾ 2592. അതാണ് ഇപ്പോഴത്തെ ലീഡ്. 1890 എന്ന കണക്കിന് പ്രസക്തിയുണ്ട്. കാരണം ഈ റൗണ്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1808 ആയിരുന്നു ലീഡ്. ഓക്കെ, അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാം റൗണ്ട്. സാലി, ഞാൻ വരാം. ദേശമംഗലമാണ്. അതുകൂടി സാലി, ദേശമംഗലം LDF-ന് ലീഡ് വരുമ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ ലീഡ് മാത്രമേ LDF-ന് ദേശമംഗലത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ലീഡ് എത്രമാത്രം ഉയർത്താൻ കഴിയുന്നു എന്നതും പ്രധാനപ്പെട്ടതല്ലേ LDF-നെ സംബന്ധിച്ച്? ശരത്, അതിനൊരു കണക്ക് കൂടിയുണ്ട്. 2024 ലോക്സഭയിൽ 148 വോട്ടിന്റെ ലീഡ് മാത്രമാണ് രണ്ടാം റൗണ്ടിൽ LDF-നുണ്ടായിരുന്നത്. ലോക്സഭയിൽ 148 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രദീപ് 2016 നിയമസഭയിൽ അവിടെ മത്സരിച്ചപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ആ പഞ്ചായത്തിൽ 2468 വോട്ടിന്റെ ലീഡ് പ്രദീപിന് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു ബാങ്ക് ബസ് ഉണ്ടായിരുന്ന ആളാണ്. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ഈ ദേശമംഗലത്ത് നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 2000-ൽ പരം വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ. വരാം